കുട്ടികൾക്കുള്ള കന്നഡ പുസ്തകത്തിൽ തന്റെ ഗാന്ധി ചിന്തകളും പ്രവർത്തനങ്ങളും ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചിത്രകാരനായ സത്യൻ നീലിമ. രാഷ്ട്രപിതാവിന്റെ ചിത്രങ്ങളിലൂടെ ഗാന്ധിജിയെ കുട്ടികൾക്ക് അടുത്തറിയാനുള്ള പ്രവർത്തനം നടത്തുന്ന ചിത്രകലാ അധ്യാപകനാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി സത്യൻ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ വരച്ച് ജനശ്രദ്ധ നേടിയ ചിത്രകാരനാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി സത്യൻ നീലിമ. കുട്ടികൾക്ക് വേണ്ടി കർണാടകയിൽ തയ്യാറാക്കിയ പുസ്തകത്തിലാണ് സത്യന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉടുപ്പി ജില്ലയിലെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകത്തിലാണ് ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ കൂടിയായ സത്യൻ നീലിമ ഇടം പിടിച്ചത്. പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ് ജേതാവായ ഉദയ് ഗോവാങ്കറാണ് പുസ്തകം എഴുതിയത്. പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ സത്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ പുസ്തകത്തിൽ പ്രകീർത്തിക്കുന്നു. ഈ കേരളത്തിൽ നിന്ന് അപ്പുറം ഇങ്ങനെ എന്നെപ്പറ്റി ഒരു ചരിത്രം തന്നെ അതും ഗാന്ധിജിയുടെ ഒരു പുസ്തകത്തിൽ വരികയും അത് കാണുകയും ചെയ്തപ്പം വളരെയധികം സന്തോഷമുണ്ട്. 2 വർഷം മുമ്പ് ചിത്രകലാ മത്സരങ്ങളുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് പല വിദ്യാലയങ്ങളിലും ഗാന്ധിജിയുടെ ചിത്രം പോലും ഇല്ലെന്ന് സത്യൻ നീലിമ മനസ്സിലാക്കുന്നത്. ഗാന്ധിജിയുടെ ചിത്രം പോലും കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ജീവിതവും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്നാണ് എല്ലാ വിദ്യാലയങ്ങൾക്കും ഗാന്ധിജിയുടെ ചിത്രങ്ങൾ വരച്ച് നൽകാൻ സത്യൻ തീരുമാനിച്ചത്. ആ വർഷം തന്നെ ഏകദേശം 40ഓളം ചിത്രങ്ങൾ സ്കൂളുകൾക്ക് നൽകി. കാരശ്ശേരി സഹകരണ ബാങ്ക് സത്യന്റെ ശ്രമത്തിന് ധനസഹായം വാഗ്ദാനം ചെയ്തു. തുടർന്ന് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള പൊതുയിടങ്ങളിലും ഗാന്ധിജിയുടെ ചിത്രങ്ങൾ നൽകി തുടങ്ങി. നെഹ്റു, EMS തുടങ്ങിയ പ്രമുഖരുടെ ഛായാചിത്രങ്ങളും മാർബിൾ ചിത്രങ്ങളും സത്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ലൊരു ശില്പി കൂടിയായ സത്യൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിക്കാൻ ശില്പവിൽപ്പന നടത്തിയത് ഏറെ പ്രശംസ നേടിയിരുന്നു. സത്യൻ തയ്യാറാക്കിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ കഴിഞ്ഞ മാസമാണ് മൊകേരി ഗവൺമെന്റ് കോളേജിൽ സ്ഥാപിച്ചത്. മക്കലി ഗാഗി മഹാത്മാ എന്ന ഗാന്ധിജിയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും കുറിച്ചുള്ള കന്നഡ പുസ്തകം ഇതിനകം ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്.